രുക്മണേട്ടി ചായക്കുള്ള പരിപാടി നോക്കിക്കൊന്നാ ഒരാളെ വന്ന് തുടങ്ങും ഇപ്പോൾ. അമ്പിളിയെടുത്തി ചായ എടുക്കുക. ആ ഷമീർ നോക്കൂ. ഇപ്പം എടുക്കേ. പിന്നെ സെൻറ്റിന് 4 ലക്ഷം റുപ്യ വെച്ചിട്ട് 30 സെൻറ്റ് സ്ഥലത്തിന് 1,20,00,000 റുപ്യ. അതിൽ 15 ലക്ഷം റുപ്യ അഡ്വാൻസ് ആയിട്ട് നവംബർ മാസം നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. പിന്നെ സുധാകരേട്ടൻ പശുവിനെ വാങ്ങാൻ പറഞ്ഞിട്ട് 5 ലക്ഷം റുപ്യ അഡ്വാൻസ് വാങ്ങി. എൻ്റെ കമ്മീഷൻ ഞാൻ ഓൾറെഡി വാങ്ങി. ബാക്കി വരുന്ന പൈസ രജിസ്റ്ററായ ദിവസം നിങ്ങൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കി തരും. ഈ പറഞ്ഞ കാര്യം അഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ആൾക്കാരെ വന്നുകൊണ്ട് ഇപ്പം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒപ്പിട്ടാലേ എൻ്റെ കാര്യം കഴിച്ചില്ലായി. അമ്മമ്മ ഒപ്പിട്ടോ. ആടിയിട്ടു 30 സെൻറ്റിൻ്റെ മൂലക്ക് അമ്മേനെ കത്തിക്കണം. ആടെ തന്നെ ഒരു കല്ലറയും പണിയണം. ആ 6 അടീൻ്റെ പൈസ ഷെമീറിൻ്റെ കമ്മീഷനെ കഴിച്ചാൽ മതി. പേപ്പറിലാക്കണമെന്നില്ല. നാടകം കേട്ടാൽ കത്തിയാളെടുക്കുന്ന കാർത്തിയാണിമേലെ മേത്ത് നാടകക്കാർ ഇറങ്ങാൻ തുടങ്ങി. എം ടി സുഖനല്ലേ? ജോലിസേ. ആ സാർ, ഞാൻ ഏട്ടനോട് പറയാം. ശരി ശരി സാർ. എങ്ങനെട്ടാ നിങ്ങളെ തെക്കേ ബസാറിലെ പോസ്റ്റിൻ്റെ കംപ്ലയിൻസിലേക്ക്? പോസ്റ്റ് മയ്യ ആസാന്ന്. എൻ്റെ എഞ്ചിനീയർ കളിയാൽ ഓഫീസിൽ മതി. വീട്ടിൽ ഞാനാ കേട്ട് മയ്യ ആസാം. അമ്മമ്മ മരിച്ച സമയത്തെങ്കിലും കുറച്ച് ഈഗോ കാണിക്കായിരുന്നു. പുഷ്കര, മകീരിയ നക്ഷത്രം എനിക്ക് തോന്നിയിനി ഇന്ന് തന്നെ പോകുന്നു. 8-10 കൊല്ലമായി നിങ്ങൾ പറയുന്ന കേട്ടു. ഇന്ന് പോവും, ഇപ്പൊ പോവും. എൻ്റെ പുഷ്കര, ഞാൻ ജോത്സ്യനാന്ന്, കാലനൊന്നല്ല. ഇനി ആരെയും കാക്കാനില്ലെങ്കിലും എടുത്തൂടെ? കുറച്ചു നേരം കൂടെ ദർശനത്തിന് വെക്കാം. ഒന്നുമില്ലെങ്കിലും 100 കൊല്ലം ജീവിച്ചതല്ലേ. ഒരു 10 മിനിറ്റും കൂടെ ചത്ത് കിടക്കുന്നതിൽ എന്താ നഷ്ടം അല്ലേ? At your destination. സുരേഷ്, ഇതുവരെ അനിയൻ ചെക്കനല്ലേ ആ ബഗിട സുരേഷൻ? ഇവനും ചത്തിട്ടില്ലേ? ഭഗവതി, കാർത്തിയാനമ്മ ചത്തുന്ന് പറഞ്ഞിട്ട് സുരേശൻ വന്നിട്ടുണ്ട്. என்னடா சொல்ற? நிஜமாவா? ആമാടാ. நீ ஏன்டா தமிழ் பேசுற? അത് പെട്ടെന്ന് ഞെട്ടൽ രേഖപ്പെടുത്താൻ തമിഴ് നല്ലയാണെന്ന് തോന്നുന്നു. എടോ, വന്നത് സുരേഷൻടാ. നീ എല്ലാം ഇംഗ്ലീഷിൽ നട്ടണം. വാട്ട്? Your destination is on your left. ഞാൻ പറഞ്ഞില്ല ഇവൻ വരുമെന്ന്. ബാലമാൻ ഓർമ്മയില്ല ഞാൻ പറഞ്ഞത്? കാവട്ടി ചത്തിക്കൂല. Your total loss is 3,450. ഇവരെ കാൽക്കുലേഷൻ മൊത്തം പാളിയിലെ മുരളി. ഈ ചെക്കൻ ചത്തൊന്ന് വിചാരിച്ചല്ലേ 30 സെന്റ് വിറ്റത്. ഇനി വരെന്താക്കും? നോക്കണ്ട, സ്വർണ്ണം തന്നെ. കറുത്ത പെയിന്റ് അടിച്ചതുകൊണ്ട് വിൽക്കാതെ ബാക്കിയായതാ. വിറ്റിട്ട് ബാക്കി വെച്ചു. കീപ് ദ ചേഞ്ച്. സുരേശൻ വന്ന സ്ഥിതിക്ക് നമുക്ക് മഴ വരുന്നതിനൊപ്പിട്ട് മയ്യത്തെടുത്താലോ? കബഡി ചത്തിക്കൂല. ഓ, ഇവരും വന്നാ. சாகலையா? எவ்வளோ பேர் வந்திருக்காங்கடா உன்னை பார்க்கறதுக்கு. അത് അമ്മമ്മേനെ കാണാൻ വന്നവർ. சித்து போடா. டெட் பாடிக்கு எதுக்குடா இவ்வளோ ஆடியன்ஸு? 10 வைக்கலாமா? പിന്നെ കൊള്ളി വെക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്.
ചാരുവെടുത്തിയല്ലേ? ഒരു ക്ലൂ തരട്ടാ. ബാത്റൂമിനകത്ത് സുരേഷൻ. സുരേഷ എന്നാണ് എന്നാ പറ്റി ഇനി എന്നാ പ്രശ്നം എവിടെ തീ പിടിച്ചിനി എന്താണ് എന്തേ? കുളിക്കുമ്പോ ക്ലൂ തരുമെന്ന് ചോദിച്ചു. സുരേഷ നീ അങ്ങനെ നീ ഒന്ന് അടങ്ങിടാ. എടാ നിന്നോട് ക്ലൂ തരട്ടെന്നാ ചോദിച്ചിനി അല്ല കളി തരട്ടെന്നാ ചോദിച്ചിനി? ക്ലൂന്നാ കേട്ടെ. ക്ലൂന്നാ സുരേഷ നീ ക്ലൂന്ന അല്ല കളീന്ന ഉദ്ദേശിച്ചിനി? എന്തായാലും കക്കൂസ് അടിക്കുമ്പോ ചോദിക്കണ്ടേ? ഞാൻ നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റക്ക് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കംഫർട്ടായിട്ടുള്ള സ്ഥലം ഇതല്ലേ? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം നോക്കിയാലും ഭയങ്കര തിരക്കുവന്നു. നമുക്കൊക്കെ പണിയുണ്ടാ നിന്നെ പോലെയത്. നീ ഒന്ന് അടങ്ങിട പുഷ്കര. ചാരുവെടുത്തിനെ പരിചയപ്പെടുന്നതിന് നിനക്ക് എന്താ പ്രശ്നം? അവര് ക്ലാസ്മേറ്റ്സ് ആന്ധ്ര സുരേഷ. അതെല്ലാം അവനോട് പറയേണ്ട ആവശ്യമില്ലേ? പറയണം, ഓനത് അറിയണം. സുരേഷ, ഞാൻ അമ്പിളി, നിന്റെ രണ്ടാമത്തെ ഏട്ടൻ്റെ ഭാര്യയാണ്. നീ നാട് വിട്ടുപോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ മനോരേട്ടന് ഫയർഫോഴ്സിൽ ജോലി കിട്ടി. എന്നിട്ട് ആകുമ്പോൾ എന്നെ കല്യാണം കഴിച്ചു. ഇപ്പം എനിക്ക് വയസ്സ് 40. പിന്നെ വേറെ എന്തെങ്കിലും ക്ലൂ എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോ. നൈസ് ടു മീറ്റ് യു. ഞാൻ ചാരുലത, വയസ്സ് 28, വില്ലേജ് ഓഫീസിൽ പാർട്ട് ടൈം സ്വീപ്പറാണ്. പുഷ്കരൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഗംഗാരേട്ടൻ ലൈൻമാൻ ആയാലും വീടിനടുത്ത് പോസ്റ്റ് നന്നാക്കാൻ വന്നതാ. അപ്പം എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം ഒരൊറ്റ പോസ്റ്റ് മനസ്സിലാക്കിയില്ല. മതി മതി കെട്ടിപ്പിടിച്ച് കൊതിർന്ന് വിട്ടെ വിട്ടെ വിട്ടെ. എന്നാ കുളിക്കട്ടോ. കുളിമുറി ഇടാന്ന് പുഷ്കരേട്ടാ. എടാ ഒന്ന് തോർത്തെടുക്കട്ടെ സുരേഷ. എന്നാ തോർത്ത്. ഞാൻ കണ്ടോ തോർന്ന് ഉപയോഗിക്കാറില്ല. ഐ എം എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഇത് നിങ്ങൾ തന്നെ ഇത് അടച്ച് ആര് വെച്ചിട്ടുണ്ടായിരുന്നു? നോക്കട്ടെ. കണ്ടോലെ തോർത്തെടുത്തിട്ട് പാട്ടിന് കഴിഞ്ഞു. നീ അമ്മാമേനെ മോര് മാറ്റിയിട്ട് ഏറെ കഴുത മുങ്ങി നീ. കൊന്നാലും ഞാൻ എൻ്റെ ബാക്ക് സ്റ്റോറി പറയില്ല. പെൻ റൈറ്റ്, പെൻ ലെഫ്റ്റ്, പെൻ ലെഫ്റ്റ്. സുരേഷ ഇവിടെ വന്ന എന്താ പാലമ്മ? ടൗണിലെ കിത്തോട്സിൽ ഇന്ത്യയുടെ മാപ്പിൻ്റെ കട്ടൗട്ടർ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഉണ്ടെങ്കിൽ ഭാരതമ്മ പൂർത്തിയാവുള്ളൂ. നീ ചെന്നിട്ട് അത് മേടിച്ചിട്ട് വരണം. എന്നാ പൈസ ബാലമ്മാമ തന്നാണെന്ന് പറയാം. എന്തിന്? അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ 2000 ഉറുപ്പ്യം കൊണ്ട് ചെന്നാൽ കിട്ടുന്നതല്ല എൻ്റെ ഭാരതാമ്മ. എൻ്റെ ഭാരതാമ്മ കിട്ടണ എൻ്റെ പേര് പറയണം. അതിന് നമ്മളതിലൊരു ഭാരതാംബയുടെ കട്ടൗട്ടർ ഇല്ലേ ബാലമ്മ? അത് പഴയതല്ല MT. കൂടാതെ അതിൽ ചില സ്റ്റേറ്റ്സ് എല്ലാം മിസ്സിങ്ങുമാണ്. നമുക്ക് പുതിയത് തന്നെ എടുക്കാം. നീ പോയിട്ട് വാ. അതും കൊണ്ട് മുങ്ങല്ലേ. അമ്മ, ഐ ടോൾഡ് യു ടു ബി വെരി കെയർഫുൾ. ഈ വീട്ടിൽ ഒരൊറ്റ ആണിനെ പോലും വിശ്വസിക്കാൻ പറ്റൂലെന്ന്. കുനിഞ്ഞു നിന്നാ കിട്ടിയില്ലേ? ഇത് ഓൻ തന്നെ സുരേശൻ. ഇന്നലെ രാത്രി കൂടെ എന്നോട് ചോദിച്ചു ഞാനപ്പ ചാവല്. ഓ നിങ്ങളെ കൊല്ലാത്ത നിങ്ങളെ മഹാഭാഗ്യം. എന്റെ 3ാമത്തെ മോതിരം നിന്റെ മോളെ മോൻ കൊണ്ടുപോയി കളഞ്ഞു. അതും കൂടെ വിറ്റിട്ടുണ്ടെങ്കിൽ എന്നെ കത്തിക്കാനല്ലാതെ ആ നായിന്റെ മോനോടൊപ്പം കിടക്കരുത്. ഞാനിത് താലേക്കാ കുത്ത. മച്ചാ അമ്മ മേര ഒരു പവന്റെ മോതിരം. ഷീസ് നോ മോർ നീഡഡ്. இந்த താജ്മഹൽക്ക് ഉറപ്പാണ് ഉള്ളതിൽ ഏറ്റവും വലുതാണ്. ഇതിലും വലുത് ആഗ്രഹത്തിൽ മാത്രം. ആഗ്രടാ. അതന്നെ അയാളും പറഞ്ഞ ആഗ്ര.
கலிகாலம் இந்த மாதிரி விஷயத்துல எல்லாம் லேட் பண்ணக்கூடாது. லேட் பண்ணா எவனோ ஒருத்த வந்து உள்ள பூந்துருவான். எது பண்ணாலும் பிளான் பண்ணி பண்ணணும். இன்னும் 5 நிமிஷத்துல உன் காதலி வெளில வரும். டைலாக் ஞாபகம் இருக்குல்ல? இப்ப சொல்லு. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും നിന്റെ ചുണ്ടിൻ്റെ മുത്തമാകാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഞാൻ ഗന്ധർവൻ. മൈവണ കാതല കന്യാവനിയിൽ സുഗതം പ്രിയഗാനം പകരാനണയൂ ഗന്ധർവ വീണയാവൂ നീ ദേവി. ഞാൻ ഗന്ധർവൻ. പെട്ടെന്ന് പ്രപ്പോസ് ചെയ്തിട്ട് പോയിക്കോളാം. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും മാനാവാനും മനുഷ്യനാവാനും പാവയാവാനും പറവയാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർദ്ധം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഞാൻ ഗന്ധർവൻ. എന്താ അറിയില്ല, ഏതോ ഗന്ധർവൻ. ഗന്ധർവനാ? ഏത് ഗന്ധർവൻ? ആരാത്? ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പേ വന്ന് പോടാ. ഗന്ധർവ കരിങ്കല്ലിലടിച്ച് പിഴിഞ്ഞിട്ടൊന്നുണക്കി കൈക്കല തുണിയാക്കി ഒടുക്കം വിളക്കിലെ തിരിയാക്കി കരിന്തിരി പോലായി